സ പ പ പ മ ഗ മ പ മ ഗ രി ഗ രി ഗ സ. ഗരികസ അതങ്ങനെ ആരും പാടൂല അല്ലേ? അതങ്ങനെ ആരും പാടൂല. ജി ആണോ? അമ്മേ, ഇതൊക്കെ പറയാ അവൻ തന്നെ ചിരിക്കും. എനിക്ക് സന്തോഷം കൊണ്ട് ചിരിക്കണതാ. ഈസ്കേ ഇങ്ങനെ ഇത്രയും ഫീല് കൊടുത്ത് എങ്ങനെയാ പാട്ട് റിയാൻ പഠിക്കുന്നതും പാടുന്നതൊക്കെ? അത് അറിയാതെ ഉള്ളിന്ന് ഇങ്ങനെ വരണതാ. മീനാക്ഷി ചേച്ചിന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അവളെ വിളിച്ചു പറയും. അല്ലല്ല, അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. മീനാക്ഷി ചേച്ചി എന്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ സ്റ്റേജിലൊക്കെ കൊണ്ടുവന്ന്. യേശുദാസ് സാറിന്റെ ഏത് പാട്ട് അറിയാൻ ഇഷ്ടം? അങ്ങനെ പറയാൻ പറ്റില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല. അതെന്തുകൊണ്ടാ യേശുദാസ് സാറിന്റെ പാട്ടുകൾ കൂടുതൽ ഇഷ്ടം? ഓഫ്, എന്ത് സുഖ കേക്കാൻ. ഇതിന്റെ അകത്ത് പിച്ചോ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പിച്ച് എഫ് ഷാർപ്പ്. പിച്ച് വേഗം കുട്ടി പറയുന്നു. അമ്പ. റിയാൻ പാട്ട് ഇപ്പൊ ടോപ്പ് സിംഗറിലേക്കൊക്കെ പഠിക്കുമ്പോൾ സ്വരമൊക്കെ നോട്ട് ചെയ്തിട്ടാണോ പഠിക്കാറ്? സ്വരൻ അല്ല, എനിക്ക് ആ ഒരു ആവശ്യം വരണില്ല. എനിക്ക് ട്യൂണ് കേട്ടാൽ തന്നെ മനസ്സിലാവും. 2024 ഞാനൊരു വായനാ ദിനത്തിന്റെ ഗാനം പഠിച്ചു. അപ്പൊ ടീച്ചറിന് അത് ഏതാ പിച്ചെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് സി എന്ന് പറഞ്ഞപ്പോ ടീച്ചർ നല്ലോണം നോക്കിയപ്പോ കറക്റ്റാ സി എന്ന്. എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് സിംഗറിലൂടെ വിസ്മയ ഗായകനായി വന്ന് നമ്മുടെ എല്ലാവരുടെയും മിഴിയും മനസ്സും കീഴടക്കിയ ഒരു കൊച്ചു കൂട്ടുകാരൻ ഇന്ന് എൻ്റെ കൂടെയുണ്ട്, റിയാൻ പ്രിയേഷ്. അപ്പോൾ നമുക്ക് പാട്ട് വിശേഷങ്ങളൊക്കെ റിയാനോട് ചോദിച്ചാലോ? ഹലോ റിയാൻ. ഹായ്. എന്തൊക്കെയുണ്ട്, സുഖാണോ? സുഖം. ഞാൻ റിയാനെ കണ്ടതിൽ ശരിക്കും ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം എനിക്ക് റിയാനെ കാണുമ്പോൾ തന്നെ ആദ്യം ഒരു പാട്ട് കേൾക്കണം എന്നാണ് റിയാൻ്റെ അടുത്ത് ആഗ്രഹം. എനിക്കൊരു പാട്ട് പാടിത്തരുമോ ആദ്യം തന്നെ? മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ചൻ. മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ചൻ. നെറുകിൽ തൊട്ടു തലോടി കഥകൾ പാടിയുറക്കാം വരുമോ ചാരേ നിന്നച്ചൻ. പുതുകനവായി മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി കുഞ്ഞി ചുണ്ടിൽ പൊന്നും തേനും തന്നോ മമ്മൂട്ടി. പിച്ച പിച്ച വെക്കാൻ കൂടെ വന്നു കൈനീട്ടി. മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ചൻ. വരുമോ ചാരേ നിന്നച്ചൻ. അടിപൊളി, സൂപ്പർ സൂപ്പർ. എനിക്കതിൽ ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയി. എനിക്ക് എന്റെ പാട്ടെന്നെ പാടി തന്നപ്പോ ഇത് ഞാനാ പാടിയെന്നറിയോ? അറിയാം. എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ റിയാനെ, ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ ശരിക്കും വന്നപ്പോ എനിക്ക് റിയാന്റെ 2-3 കാര്യങ്ങൾ പേഴ്സണലി ചോദിക്കണം എന്നുണ്ട്. അപ്പൊ ആദ്യത്തെ കാര്യം നമ്മുടെ പിച്ചിന്റെ കാര്യം. പിച്ച് അതെങ്ങനെ എന്നുള്ളതാണ് എനിക്കും ഒരു സംശയം. കാരണം ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഞാനൊരു 10-12 വർഷമായി ഞാനും പാടാനൊക്കെ തുടങ്ങിയിട്ട്. എന്നാലും എനിക്ക് ശ്രുതി കേട്ടാൽ ശ്രുതിയിൽ പാടാൻ പറ്റും. പക്ഷെ എനിക്കിങ്ങനെ ശ്രുതി കേട്ടാൽ പിച്ച് പറയാനൊന്നും പറ്റൂല. ഞാൻ അത്ര അടിപൊളിയൊന്നും ആയിട്ടില്ല. അപ്പൊ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ എനിക്ക് ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ്. ഞാൻ ആ റീല് കണ്ടിരുന്നു, ഒരു റീല് കണ്ടു, പിച്ച് പറയുന്ന റീല്. അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ കുട്ടീനെ ഒന്ന് എനിക്ക് നേരിട്ട് കാണണമായിരുന്നല്ലോ എന്ന്. ഇപ്പൊ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് കുറച്ച് പിച്ച് ഒന്ന് കേട്ട് നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ട്രൈ ചെയ്യാലോ. റെഡി അല്ലേ? ഓക്കെ, റെഡി ആട്ടാ. സി സ്കെയിൽ. ഇത് എഫ് സ്കെയിൽ. ഡി സ്കെയിൽ. കുറച്ച് ഹാർഡർ ലെവലിലേക്ക് പോവാം. ജി സ്കെയിൽ. ജി ആണോ? അമ്മേ, ഇതൊക്കെ പറയാ അവൻ തന്നെ ചിരിക്കും. എനിക്ക് സന്തോഷം കൊണ്ട് ചിരിക്കണതാ. ഈ സ്കെയിൽ. സന്തോഷം കൊണ്ട് ചിരിക്കണതാ ഞാൻ. നമുക്കെന്നാ കോഡ് പോലെ എന്തെങ്കിലും ഒരു 2-3 സ്കെയിൽ ഒരുമിച്ച്. സി ഷാർപ്പ്. എന്റെ ദൈവമേ, ഞാൻ കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു. ചേച്ചിയെ പഠിപ്പിക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാ നമുക്ക് 2 കൂടി നോക്കാം അല്ലേ? കോഡ്സ് ഇങ്ങനെ ഒരു 2 കോഡ്സ് കൂടുതലും.
ബി സ്കെയിൽ. ഒന്നും കൂടെ. എഫ് ഷാർപ്പ്. ഈ ഒരു പുലി തന്നെ എനിക്ക് നിന്നെ ഇഷ്ടായി. ഭയങ്കരമായിട്ട് ആ ഇങ്ങനെ കേൾക്കുമ്പോ ആദ്യമൊക്കെ ഞാൻ സാന്ന് പറഞ്ഞിങ്ങനെ മനസ്സിലൊന്ന് മൂളിയിട്ടായിരുന്നു കണ്ടുപിടിക്കുക. പക്ഷെ ഇപ്പം പെട്ടെന്ന് മനസ്സിലാവും കേൾക്കുമ്പോ. അതെങ്ങനെയാ അപ്പൊ റിയാൻ അത് ഇങ്ങനെ കേട്ട് കേട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എടുത്തതൊരു ശീലാണോ അത്? വീട്ടിൽ നിന്ന് അങ്ങനെയല്ല, അത് ഞാൻ ഓരോരോ പാട്ടൊക്കെ കേൾക്കുമ്പം സാന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ മൂളും. പിന്നെ എൻ്റെ ഒരു കഥയുണ്ട് പിച്ചിന്റെ തന്നെ. പറയാ കേക്കട്ടെ. ഈ 2024 ഞാനൊരു വായനാ ദിനത്തിന്റെ ഗാനം പഠിച്ചു. അപ്പൊ ടീച്ചറിന് അത് ഏതോ പിച്ചെന്ന് കൺഫ്യൂഷൻ ആയി പോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് സി എന്ന് പറഞ്ഞപ്പോ ടീച്ചർ നല്ലോണം നോക്കിയപ്പോ കറക്റ്റാ സി എന്ന്. ടീച്ചർ ചമ്മിപ്പോയോ? അടിപൊളി. ഞാൻ പറഞ്ഞല്ലോ റിയാൻ ഒരു പുലിയാണ്. എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. റിയാൻ ടോപ്പ് സിംഗറിൽ ഇപ്പൊ വരുമ്പം ഗ്രൂമിംഗ് ഉണ്ട്, നമുക്ക് ഗ്രൂമിംഗ് ഉണ്ട്. അപ്പൊ ഗ്രൂമിംഗ് ആണോ ഇഷ്ടം, അതോ നമ്മൾ നേരെ സെറ്റിൽ വന്ന് ജഡ്ജസിന്റെ മുന്നിലൊക്കെ ഇങ്ങനെ ടേക്ക് പാടുമ്പോഴാണോ? ഏതാണ് റിയാന് കൂടുതൽ ഇഷ്ടം, ഗ്രൂമിംഗ് ആണോ അതോ ഇതാണോ? കൂടുതൽ ഇഷ്ടം സെറ്റിൽ പാടുമ്പോൾ. കാരണം ഭയങ്കര ഫീലല്ലേ ആ സ്റ്റേജൊക്കെ, ഭയങ്കര AC ഒക്കെ ആയിട്ട് ഭയങ്കര പാടാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. AC ഉള്ളതുകൊണ്ടാണോ പാടാൻ ഇൻട്രസ്റ്റ് തോന്നുന്നത്? AC ഭയങ്കര ഇഷ്ടാ. അപ്പൊ AC ഉള്ള സ്ഥലത്ത്, അപ്പൊ ഗ്രൂമിംഗ് സ്ഥലത്ത് AC ഉണ്ടെങ്കിലോ? ഗ്രൂമിംഗ് സ്ഥലത്തും ഉണ്ട്, പക്ഷെ ഷൂട്ടിലൊക്കെ ഇങ്ങനെ ജഡ്ജസ് ഒക്കെ ഞാനിങ്ങനെ അവരോട് കണ്ടന്റ് പറയണു, അവരെന്നോട് സംസാരിക്കണം. ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. അതാണ് ഞാനും അത് നോട്ടീസ് ചെയ്യുന്നത്. പാട്ടിനേക്കാൾ കൂടുതൽ റിയാന് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അങ്ങനെയല്ല, റിയാനെ ഈ ടോപ്പ് സിംഗറിൽ പാടിയതിൽ റിയാന് ഇഷ്ടമുള്ളൊരു പാട്ട്, എന്തെങ്കിലും നല്ല മെമ്മറി ആയിട്ട് തോന്നുന്നതോ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞുതരോ? ഞാൻ അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പാട്ടുണ്ട്, അത് പാടിത്തട്ടെ? ഓക്കെ. പിച്ച് ഏതാന്ന് പറഞ്ഞോളൂ. പിച്ച് ബി സ്കെയിൽ. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴാരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴാരും തുടച്ചില്ല. ചന്ദന പൊഞ്ചിതയിൽ എന്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരോ തേങ്ങി പറക്കുന്നത് അമ്പലപ്രാവുകളോ, അമ്പലപ്രാവുകളോ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾ കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. ദൈവമേ, എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ ഫീൽ കൊടുത്തതാ. ഞാൻ ശരിക്കും ഈ പാട്ട് റിയാനെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ റിയാൻ ഈ പാട്ട് പാടുന്നു ഞാൻ വിചാരിച്ചില്ല. ഞാൻ ശരിക്കും സോ ബ്ലെസ്ഡ് യു ആർ. താങ്ക് യു. അയ്യോ അടിപൊളി റിയാൻ. എനിക്ക് ഇങ്ങനെ ഒരു നെഞ്ചിലൊരു കനം പോലെ വന്നു. ഇത് MJ സാറിന്റെ മ്യൂസിക്കിലുള്ള പാട്ടാ. അതെ എനിക്കറിയാം. എനിക്ക് MJ അങ്കിളുടെ ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണ് അത്. നമുക്ക് എല്ലാവർക്കും അതെ അല്ലേ? നല്ല പാട്ടല്ലേ അത്? ശരിയാ. ഇങ്ങനെ ഇത്രയും ഫീൽ കൊടുത്ത് എങ്ങനെയാ പാട്ട് റിയാൻ പഠിക്കുന്നതും പാടുന്നതൊക്കെ? അത് അറിയാതെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരണതാ. ഉള്ളൊന്നും ഇങ്ങനെ അറിയാതെ വരുവോ? അതെ അതെ. അപ്പൊ ഇമോഷൻസ് ഒക്കെ എങ്ങനെയാ അറിയാൻ പഠിക്കുന്നത്? ഇതൊരു വിഷമമുള്ള ഒരു പാട്ടാണ്, അല്ലെങ്കിൽ അപ്പൊ അമ്മയോ അച്ഛനോ ആരെങ്കിലും പറഞ്ഞു തരും, അതോ ഗ്രൂമേഴ്സ് ഒക്കെ പറഞ്ഞു തരും? അച്ഛനൊക്കെ സീൻ എന്താന്ന് പറഞ്ഞുതരും. ഇങ്ങനെയാണ് ഈ സിനിമയിൽ ഇത് ഇങ്ങനെയുള്ള ഒരു പാട്ടാണ്, അങ്ങനെ പറഞ്ഞു തരുമോ? സീനൊക്കെ പറഞ്ഞുതരും. ഇതിന്റെ സീൻ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചപ്പോ മകനൊക്കെ പഴയ കാലം ഓർത്ത് പാടുന്ന ഒരു സീന്. അതുകൊണ്ട് ആ ഒരു ഇമോഷൻ ഉൾക്കൊണ്ടതാ. ഇങ്ങനെയൊന്നും ഉൾക്കൊള്ളാൻ പാടില്ല, ഇത് ബാക്കി കേൾക്കുന്നവര് കരഞ്ഞു പോവും. ഇല്ലെങ്കിൽ ഒരു 80-100 ഒക്കെ തന്നു കളയും. അതെ ശരിയാ, അങ്ങനെയും തന്നു കളയും. ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. വീഡിയോ? അതില് റിയാൻ ഇഷ്ടമുള്ള ഒരാളുടെ വീഡിയോ ആണ്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. കാണാം. അതെ, വീഡിയോ വെക്കട്ടെ റിയാനെ ഞാൻ എന്നാ? വച്ചോ.
ഞാൻ കാണാൻ ഹായ് ഭയങ്കര എക്സൈറ്റഡ്. റിയാൻകുട്ടന്റെ പാട്ട് ടോപ്പ് സിംഗർ സീസൺ 6 തുടങ്ങിയപ്പോൾ മുതൽ ശ്രദ്ധിച്ച് ഫോളോ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. തുടങ്ങിയപ്പോൾ മുതൽ റിയാൻകുട്ടന്റെ പാട്ട് ആദ്യമായിട്ട് കേട്ടപ്പോൾ ആ പാട്ടിന്റെ പെർഫെക്ഷൻ കൊണ്ട് എനിക്ക് അത് കേട്ടപ്പം ഞാൻ പാടുന്ന സമയത്ത് അതിന്റെ ഒറിജിനൽ എങ്ങനെയാണോ ഏകദേശം അതേപോലെ തന്നെ റിയാൻകുട്ടൻ പാടുന്ന നമുക്ക് കാണാൻ പറ്റും. ആ ഫീലും എക്സ്പ്രഷൻസും പെർഫെക്ഷനാണ് മെയിൻ ശരിക്കും. പിന്നെ അങ്ങോട്ട് ഞാൻ റിയാൻകുട്ടന്റെ പാട്ട് ഓരോന്നായിട്ട് കേട്ട് തുടങ്ങി. അപ്പം വളരെ ഞാൻ ശരിക്കും ഒരു ഫാനാണെന്ന് പറയാം. അപ്പം നമുക്ക് എന്തായാലും ഉടനെ തന്നെ റിയാൻകുട്ടൻ നമുക്ക് രണ്ടാൾക്കും മീറ്റ് ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് ഉടനെ കാണാം. നമുക്ക് കുറേ സംസാരിക്കണം, നമുക്ക് കുറേ പാട്ട് പാടണം, നമുക്ക് അടിച്ചു പൊളിക്കണം. അപ്പം ഇനി നന്നായിട്ട് പോവാ. ഇനിയും റൗണ്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ടോപ്പ് സിംഗറിൻ്റെ. അപ്പം ഇനിയും കൂടുതൽ നന്നായിട്ട് അടിപൊളിയാക്കി പാടാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഉണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പാടും. താങ്ക് യു. ബൈ. ഇത് ശ്രീനന്ദേട്ടനല്ലേ? ആ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുകാരനാ ശ്രീനന്ദ്. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള സിംഗറാണ്. ഊഫ്, എന്താ ഫീല്. അതെ. അപ്പൊ എനിക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഒന്ന് പറഞ്ഞുതരോ? നിങ്ങളെ ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഒന്ന് പറഞ്ഞുതരോ? ഫ്രണ്ട്ഷിപ്പ് അല്ല, അത് ഈ സീസൺ 2 കുറെ എപ്പിസോഡ്സ് ഞാൻ കണ്ടിരുന്നു. ശ്രീനന്ദേട്ടന്റെ കുറെ എപ്പിസോഡ്സില് ഈ കവിളിണയിൽ എന്നറിയുന്ന ഒരു പാട്ടില്ലേ, അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതിന്റെ അകത്ത് ദിൻകിടന്ന സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്രീനന്ദേട്ടൻ പാടുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. MG സാർ പാടുമ്പോഴും ഇഷ്ടമാണ്. ഇതെങ്ങനെയാ മനസ്സിലാവുന്നത്? അതും കൂടി ഒന്ന് പറഞ്ഞുതരോ? അത് ഈ ആൾക്കാരുടെ ഒക്കെ വോയിസ് കേട്ട് കേട്ട് ഫെമിലിയർ ആകുമ്പം, ഞാനിപ്പം കുറച്ചു നാൾ കഴിഞ്ഞാൽ ശ്രേയ ചേച്ചിയുടെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് അപ്പം മനസ്സിലാവും. ഈ സീസൺ 6 ദിയ ചേച്ചി ഉണ്ട്. ദിയ ചേച്ചിയും ശ്രേയ ചേച്ചിയും മാച്ചിങ് വോയിസാ. അതെയോ? ആ, അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവാൻ എളുപ്പമായിരിക്കും അല്ലേ? എളുപ്പം. അതെ. അപ്പൊ കുറച്ചും കൂടി സൗണ്ടുകളുണ്ട്, നമുക്ക് അതൊന്ന് കേട്ട് നോക്കിയാലോ? ഇതിന്റെ അകത്ത് പിച്ചോ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പിച്ച് F ഷാർപ്പ്. പിച്ച് വേഗം കുട്ടി പറയുന്നു. അമ്പ. ഓക്കെ, എന്നാ നമുക്ക് അടുത്തൊരു സൗണ്ട് കേൾക്കാം അല്ലേ? അതിന്റെ പിച്ച് പറഞ്ഞായിരുന്നു എനിക്ക്. പിച്ച് പറഞ്ഞാ മതി എനിക്ക്. G ഷാർപ്പ് അല്ലേ? G ഷാർപ്പ് തന്നെയാണ്. എന്റെ ദൈവമേ. ഓക്കെ, അടുത്ത സൗണ്ട് കേൾക്കാം. ഇത് D സ്കെയില്. അതെ, സ്കെയില് D ആണ്, കറക്റ്റ് ആണ്. F ഷാർപ്പ്. അടിപൊളി. എനിക്ക് ശ്രേയ ചേച്ചിയുടെ ഒരു 4 വരി പാട്ട് കേൾക്കണം എന്നുണ്ടായിരുന്നു. ശ്രേയ ചേച്ചിയുടെ 4 വരി പാട്ടോ? ശ്രേയ ചേച്ചി ഇപ്പൊ പാടണോ അതോ റിയാൻ പാടുന്നതാണോ നല്ലത്? ജസ്റ്റ് ഒന്ന് കേൾക്കാൻ. എന്നാ പിന്നെ നമുക്കൊരു പാട്ട് പാടാം. റിയാൻ പാടുന്നതല്ലേ? മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ ദൂതും പേറി നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. താങ്ക് യു. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അത് റിയാൻ അറിയുന്ന ഒരാളാണ്. ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷമായി ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്. ഇപ്പോഴും ഉണ്ടല്ലേ? പിന്നെ ഇപ്പോഴും നല്ല ഫ്രണ്ടാണ് എൻ്റെ. ആരാ? അവളെ റിയാൻ നല്ല പോലെ അറിയാം. ആരാന്നറിയോ? നമ്മളെ ടോപ്പ് സിംഗറിന്റെ ആങ്കർ ആരാ? മീനാക്ഷി ചേച്ചി. മീനാക്ഷി ചേച്ചി തന്നെ. എങ്ങനെ, മീനാക്ഷി ചേച്ചിന് ഇഷ്ടാണോ റിയാന്? മീനാക്ഷി ചേച്ചിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അവളെ വിളിച്ചു പറയും. അല്ലല്ല, അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. മീനാക്ഷി ചേച്ചി എന്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ സ്റ്റേജിലൊക്കെ കൊണ്ടുവന്ന് ഈ സ്റ്റേജിൽ തന്നെ ഞാൻ പാടാറ്. അതെ, ഇവിടെ തന്നെ കൈയൊക്കെ പിടിച്ച് കൊണ്ടുവരും. മീനാക്ഷി ചേച്ചി ഇങ്ങനെ കുറുമ്പൊക്കെ കാണിക്കാറുണ്ടോ? കുറുമ്പ് അങ്ങനെയൊന്നുമില്ല. അവള് അങ്ങനെ കുറച്ച് കുറുമ്പൊക്കെ കാണിക്കാറുണ്ട്. പണ്ട്
പണ്ടല്ലേ ഇപ്പോഴും ഉണ്ടോ? ആ ഉണ്ട്. മീനാക്ഷി ചേച്ചി എപ്പോഴും ഇങ്ങനെ പാട്ട് ഇഷ്ടപ്പെട്ട് എണീറ്റ് നിൽക്കും, അങ്ങനെയൊക്കെ അല്ലേ? എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ മീനാക്ഷി ചേച്ചി അപ്പൊ പറയും റിയാന ജഡ്ജസ് ഒക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് അറിഞ്ഞൂടല്ലോ, കാഴ്ച കിട്ടുമായിരിക്കും, കാഴ്ച കിട്ടുമ്പോൾ കുഴപ്പമില്ല, എന്നാലും എനിക്ക് അറിഞ്ഞൂടല്ലോ ആ ഒരു കാര്യം. ഇപ്പം പാടിക്കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് നിൽക്കണതൊന്നും എനിക്ക് അങ്ങനെ ഇതല്ലല്ലോ. അതെ. അപ്പൊ മീനാക്ഷി ചേച്ചി പറഞ്ഞു തരുമ്പോ എനിക്ക് ഭയങ്കര നല്ല സന്തോഷം. ചേച്ചി അല്ലേ മീനാക്ഷി ചേച്ചി? നല്ലതാ. അതും ഇങ്ങനെ മറ്റുള്ളവരെ പോലെ ഓർത്ത് പറയും എന്നോട്, എഴുന്നേറ്റെന്ന് പെട്ടെന്ന് പറയും, പാട്ട് കഴിഞ്ഞപ്പോ പറയും. എനിക്ക് ഉള്ളതിൽ വെച്ച് നല്ലൊരു എൻ്റെ ഒരു ഫ്രണ്ടാണ് മീനാക്ഷി. ആ ചേച്ചി പറഞ്ഞില്ലായിരുന്നു കുറുമ്പ് കാണിക്കുന്നു, എന്തൊക്കെയാ കാണിക്കുക? ഞങ്ങള് മീനാക്ഷി ഒറ്റയ്ക്ക് കാണിക്കുന്ന കുറുമ്പുകളല്ലാതെ ഞങ്ങൾ ഒരുമിച്ചാണ് കൂടുതലും കുറുമ്പുകൾ കാണിച്ചിട്ടുള്ളത്. ഒരുമിച്ച് എന്തൊക്കെയാ? ഒരുമിച്ച് നമ്മള് അമർ അക്ബർ അന്തോണി എന്ന സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട്. അതിൽ മീനാക്ഷി അഭിനയിച്ചിട്ടുണ്ട്. എന്നോ ഞാൻ എൻ്റെ മുറ്റത്ത് പറഞ്ഞ പാട്ട് ഞാൻ ആ സിനിമയിലാണ് പാടിയത്. ആണോ? ആ. അപ്പോ അതിന്റെ 75ാമത്തെ ഡേ സെലിബ്രേഷൻ ആയിട്ട് ഞങ്ങൾ ദുബായിൽ പോയി. ഞാനും നിങ്ങൾ രണ്ടുപേരും? അതെ, ഞാനും മീനാക്ഷിയും കൂടെ, പിന്നെ അതിന്റെ സിനിമയുടെ എല്ലാ ഡയറക്ടേഴ്സും എല്ലാവരും കൂടി ആയിട്ട് നമ്മൾ പോയി ദുബായില്. മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റും എല്ലാരും ഉണ്ട്. അപ്പൊ അന്ന് എന്റെ കൂടെ ദുബായിലേക്ക് വന്ന എന്റെ അച്ഛനാണ്. അച്ഛൻ? അമ്മയൊന്നുമില്ല? ഇല്ല, അമ്മ വന്നില്ല, അച്ഛൻ മാത്രമാണ് വന്നത്. മീനാക്ഷിയുടെ കൂടെ മീനാക്ഷിന്റെ അച്ഛൻ അനൂപങ്കളാണ് വന്നത്. അപ്പൊ ഈ രണ്ട് അച്ഛന്മാരും ഭയങ്കര മടിയന്മാരാ. അവരിങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരുന്ന് കിടന്നുറങ്ങും. എനിക്ക് മീനാക്ഷിക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയി എവിടെയെങ്കിലൊക്കെ പോയി കളിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഈ അച്ഛന്മാര് മടിയന്മാരായതുകൊണ്ട് അവര് റൂമിൽ നിന്ന് കിടന്നുറങ്ങാം. അപ്പൊ ഞങ്ങൾക്ക് ദേഷ്യം വന്നു. ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ റൂമിൽ ഒരു ചെറിയൊരു കിച്ചൺ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആ കിച്ചണിൽ കയറിയിട്ട് വെച്ചു ഞങ്ങൾ കുക്ക് ചെയ്യാം, ഫുഡ് ഉണ്ടാക്കാന്ന്. ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ചു. പക്ഷെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനം അവിടെ വേണ്ടേ? വേണം. ആ ഹോട്ടലിൽ അങ്ങനത്തെ ഒന്നുമില്ല, റൂമിൽ അങ്ങനത്തെ ഒന്നും വെക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒന്നുമില്ല അവിടെ. അപ്പൊ ഞങ്ങൾ എന്താക്കി, ഞങ്ങൾ ഗ്യാസൊക്കെ ഓണാക്കി ഒരു പാത്രം വെച്ച് അതിൽ വെള്ളമൊക്കെ ഇട്ട് കുറെ ടിഷ്യൂ പേപ്പർ വെള്ളത്തിൽ മുക്കിയിട്ടു. കുറെ ടിഷ്യൂ പേപ്പർ വെള്ളത്തിൽ മുക്കിയിട്ടു. എന്നിട്ട് അതിന്റെ മുകളിൽ ചായപ്പൊടി ഇട്ടു, പഞ്ചസാര ഇട്ടു, കൊളാക്കി ഞങ്ങൾ എന്നിട്ട് അത് വെറുതെ കലക്കി കലക്കി കളിച്ച്, എന്നിട്ട് അത് രണ്ട് അച്ഛന്മാർക്ക് തിന്നാനും കൊടുത്തു. ടിഷ്യൂ പേപ്പർ ഞങ്ങൾ രണ്ട് നല്ല ഭംഗിയുള്ള പാത്രങ്ങളിലൊക്കെ ആക്കി ഞങ്ങൾ അച്ഛന്മാർക്ക് തിന്നാൻ കൊടുത്തു. അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാനും മീനാക്ഷി ചേച്ചിയും കൂടുതലും ചെയ്യാറ്. ഭയങ്കര. ഞാനിപ്പോൾ നമ്മൾ കുറേ പാട്ടുകളും നല്ല അടിപൊളി സിംഗേഴ്സും നമ്മുടെ ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള തമിഴ് ഇൻഡസ്ട്രി, ഹിന്ദി ഇൻഡസ്ട്രി, അങ്ങനെ കുറേ ഇൻഡസ്ട്രിയിൽ കുറേ അടിപൊളി ഗായകരില്ലേ. അങ്ങനെ റിയാന് ഇഷ്ടമുള്ള ഒരു സിംഗറോ അത് എന്തുകൊണ്ടാണെന്നും കൂടി എനിക്ക് അറിഞ്ഞാൽ നല്ലത്. എനിക്ക് ഈ സിംഗറിന്റെ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഏതെങ്കിലും പറയാൻ ഒരു സിംഗർ ഉണ്ടോ റിയാന്? യേശുദാസ് സാർ. ലെജൻഡ്. യേശുദാസ് സാറിന്റെ ഏത് പാട്ടാ റിയാന് ഇഷ്ടം? അങ്ങനെ പറയാൻ പറ്റില്ലല്ലേ? ഇല്ല. അതെന്തുകൊണ്ടാണ് യേശുദാസ് സാറിന്റെ പാട്ടുകൾ കൂടുതൽ ഇഷ്ടം? എന്ത് സുഖ കേക്കാൻ, അതൊക്കെ ഭയങ്കര രസല്ലേ. അപ്പൊ യേശുദാസ് സാറിന്റെ പാട്ടുകളാണോ റിയാൻ ഏറ്റവും കൂടുതൽ കേൾക്കാറ്? യേശുദാസ് സാറിന്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ എന്റെ സാറ് പറയും, അയ്യോ ഇങ്ങനെ ഒരാളുടെ മാത്രം പാട്ട് കേട്ടാ ആ സ്റ്റൈലിലങ്ങ് ഒതുങ്ങി പോവും, വേറെ ആൾക്കാരുടെ പാട്ടൊക്കെ കേൾക്കണം. അത് ആ സാറ് പറഞ്ഞത് കറക്റ്റാ. സാറ് പേരെന്താണ് റിയാന്റെ? പ്രവീൺ സാറ് പറഞ്ഞത് കറക്റ്റാണ്. അപ്പൊ എല്ലാവരുടെയും പാട്ടുകൾ റിയാൻ കേക്കോ? എല്ലാവരുടെയും പാട്ടൊക്കെ ഇഷ്ടമാണ്, ചിലവരുടെ മാത്രം ഇത്തിരി ഇഷ്ടക്കുറവാന്നൊക്കെ. പുതിയ പാട്ടുകളും റിയാൻ കേൾക്കാറുണ്ടോ? പുതിയ പാട്ടിനേക്കാളും കൂടുതൽ പഴയ പാട്ടുകളാണ് ഞാൻ കേൾക്കാറ്. എന്നാലും പുതിയ പാട്ടൊക്കെ കുറച്ചൊക്കെ അറിയാം. അപ്പൊ എന്നാലേ ഒരു പഴയ പാട്ടെന്നാ പാടില്ലോ, വൈശാഖ സന്ധ്യയോ അല്ലെങ്കിൽ എന്റെ സ്വപ്നത്തിനോ ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് വേണ്ടി പാടിത്തരുമോ? ഓക്കെ അല്ലേ? യെസ്. സ്കെയിൽ ഏതാ? സ്കെയില് ജി. വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്ത് അരുമസഖിതനധര കാന്തിയോ, ഓമനേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്ത് അരുമ
സഹിതനധര കാന്തിയോ. അടിപൊളി. അപ്പൊ റിയാനെ, നമുക്ക് കുറച്ച് പാട്ടുകളുടെ നോട്ട്സ് വെച്ച് അങ്ങോട്ട് നോക്കിയാലോ? നോക്കാം. അപ്പൊ റിയാന് കുറച്ച് പാട്ടുകളുടെ നോട്ട്സ് പറയുന്നത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? അതെ. അപ്പൊ റിയാന് 2-3 പാട്ടിന്റെ നോട്ട്സ് എനിക്ക് പറഞ്ഞു തരുമോ? പറയാം. ആദ്യം നമുക്കെന്നാ റിയാൻ തന്നെ ടോപ്പ് സിംഗറിൽ അടിപൊളിയായി തകർത്ത് പാടിയ കണ്ണീർ പൂവിന്റെ പാട്ടില്ലേ, അതിന്റെ നോട്ട്സ് ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഗരിഗരസ അതൊക്കെ ഉണ്ടല്ലോ. ഗരിഗസ അത് അടിപൊളി. ഞാൻ സാധനം വെച്ചു ഗരിഗസ. അത് അങ്ങനെ ആരും പാടൂല അല്ലേ? അതങ്ങനെ ആരും പാടൂല. അത് എനിക്ക് നമ്മള് സാധാരണ ഗസ എന്നാണ് പാടുക. ഗരിഗസ അതടിപൊളി. അപ്പൊ അടുത്ത പാട്ട് നോക്കിയാലോ? അടുത്ത പാട്ട് നോക്കാം. അടുത്ത പാട്ട് നമുക്ക് ഓ സൈനബ പറഞ്ഞ നമ്മളെ MG അങ്കിളുടെ പാട്ട്. അത് നോക്കിയാലോ? സാഗരി മഗ സഗരി മഗ ഗമ പഗമാരി സാസ നിരി സ പ നീ നി സാ. അടിപൊളി. റിയാൻ ഇങ്ങനെ നാളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ. അടിപൊളി. അടുത്ത പാട്ടിലേക്ക് പോവേ. ഓക്കെ അല്ലേ? അടുത്ത പാട്ട് നമുക്കൊരു ഹെവി സോങ് ആയാലോ? ഹെവിയോ? നമുക്കൊരു ഹരിമുരളീരവം പിടിച്ചാലോ? ഗരി സദ സദ സാ സ സാ സഗ മാ പദ പ മാ ഗ പ മ മ ഗ പദ സ നി ദ മ ദ മ നി ദ മ ഗ ഗ സ നി ദ നി ദ സ സ സ മ ഗ മ ഗ സ. എനിക്ക് അമ്മ അതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. അടിപൊളി. ഒരു സിമ്പിൾ പാട്ടും കൂടെ ആയിട്ട് നമുക്ക് ഈ സെഷൻ എൻഡ് ചെയ്യാം. ആലിലെ കാവിലെ ആ പാട്ട്. സാരിഗരേ സദ സാ സദ പ സദ ഗ പദ ദ സരിരേ സാരിഗ സാഗരി സദ ദ ദ നി സദ പദ ബ ബ. അതൊരു പ്രത്യേക കഴിവ്. അപ്പം റിയാൻ പാട്ട് ഇപ്പൊ ടോപ്പ് സിംഗറിലേക്കൊക്കെ പഠിക്കുമ്പോൾ സ്വരമൊക്കെ നോട്ട് ചെയ്തിട്ടാണോ പഠിക്കാറ്? സ്വരം അല്ല, എനിക്ക് ആ ഒരു ആവശ്യം വരണില്ല. എനിക്ക് ട്യൂണ് കേട്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ നോട്ടേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതല്ലാതെ ട്യൂണ് കേട്ടാൽ വേഗം മനസ്സിലാവും അല്ലെ? സ്വരം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലെ? നോക്കേണ്ട ആവശ്യമില്ല. ഓ, എന്തൊരു സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പൊ നമുക്കിത് മെല്ലെ ഈ സെഷൻ വൈൻഡപ്പിലേക്ക് പോയാലോ? ഈ ഒരു ഇന്റർവ്യൂ. ഓക്കെ. അപ്പൊ റിയാൻ ഇനി ഒരു പാട്ടും കൂടെ പാടാൻ താല്പര്യമുണ്ടോ? വേണമെങ്കിൽ പാടാം. ഏതെങ്കിലും ഒരു പാട്ട്, എനിക്ക് ഈ പാട്ടും കൂടെ പാടിയാൽ കൊള്ളായിരുന്നു, അങ്ങനെ ഏതെങ്കിലും പാട്ട് തോന്നുന്നുണ്ടോ? അമ്മ മഴക്കാറിനു കണ്ണീറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണീറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പാർവണങ്ങൾ പടിവാതിൽ ചാരുമൊരു മനസ്സിൻ നടവഴിയിൽ രാത്രി നേരമൊരു യാത്ര പോയ നിഴലെവിടെ വിളി കേൾക്കാൻ. അമ്മേ സ്വയമേറിയാനൊരു മന്ത്രദീക്ഷ തരുമോ? അമ്മ മഴക്കാറിനു കണ്ണീറഞ്ഞു, ആ കണ്ണീർ
കണ്ണീരിൽ ഞാൻ നനഞ്ഞു. സോ ഗുഡ്. നല്ല രസമുണ്ട് കേൾക്കാൻ. താങ്ക് യു സോ മച്ച് റിയാൻ. കുറേ കാര്യങ്ങൾ റിയാൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. റിയാൻ്റെ ഇനിയിപ്പോൾ ഞാനൊന്ന് പിച്ചൊക്കെ ഒന്ന് പറ്റുമോ, എന്നെ കൊണ്ടും പറ്റുമോ നോക്കട്ടെ ഗസ് ചെയ്യാനൊക്കെ അല്ലേ. ഓക്കെ, അപ്പം എല്ലാവരും ഓഡിയൻസിനോട് ടാറ്റ പറഞ്ഞു. നമുക്ക് പിന്നെ കാണാം അല്ലേ. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ. ബൈ.